ബാബു സ്വഭാവം എങ്ങനെയാ? പെട്ടെന്ന് കലി വരുന്ന സ്വഭാവം? കലി വരുന്നതല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട് സാറേ. അത് ഞാൻ വേറൊന്നല്ല, ഞാൻ ഈ കട്ടപ്പനയിലെ ഋതിക് റോഷനില് ഞാൻ ചൂടായതല്ല എന്റെ ടോൺ ഇങ്ങനെയാണെന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിബിൻ ജോർജ് വിഷ്ണുണികൃഷ്ണനിലേക്ക് അത് എഴുതുന്നത്, സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പൊ ഞാൻ ഒരാൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാല് അത് നീ വേണ്ടാ, നീ എനിക്ക് വരാൻ പാടില്ലേ, ഞാൻ വിളിക്കണേ, ചേട്ടനെന്താ ചൂടാണ്, എടാ ഞാൻ ചൂടായാലും നിന്നോട് വരാനല്ലേ പറഞ്ഞ, നാളെ ഞാൻ അങ്ങനെ സംസാരിക്കും. ഇത് പൊട്ടിക്കൽ ചെയ്യാൻ തരണം ഇതുപോലുള്ള ആളുകളൊക്കെ എന്നോട് എപ്പോഴും വിളിക്കുമ്പോൾ, എടാ നീ എന്തിനാടാ ചൂടാവണേ, എടാ ഞാൻ ചൂടാവണല്ല, ഞാൻ സംസാരിച്ചല്ലേ, എന്റെ ശൈലി. ഇത് മനസ്സിലാക്കിയിട്ടാണ് ബിബിൻ ജോർജ് അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തന്നത്. ബൈജു, ഈ ക്യാപ്റ്റൻ രാജുവായിട്ട് നിങ്ങൾക്ക് കുറെ പരിപാടി ഉണ്ടായിരുന്നില്ല? പുള്ളി എല്ലാ പ്രോഗ്രാമിനും ഒരിടക്ക് ഞങ്ങൾ വിളിക്കുമായിരുന്നു. എന്ത് മക്കളെ വാടാ, ഒരു പ്രോഗ്രാം ഉണ്ട്, അച്ഛൻ വിളിച്ച വരത്തില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിക്കും. അപ്പൊ നമ്മള് വാടാ, അപ്പൊ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടോ വയനാട്, അപ്പൊ ചെയ്യാൻ ഓക്കെ കുഴപ്പമില്ല, അപ്പൊ നിങ്ങളുടെ ടീം ഒക്കെ സെറ്റ് ചെയ്ത് വേണം, നമ്മുടെ യക്ഷിയുടെ ഐറ്റം കളിക്കണം എന്നൊക്കെ പറയും പുള്ളി. ഞങ്ങളുടെ ഫേമസ് ഐറ്റം അത് മസ്റ്റാണ് പുള്ളിക്ക് അവിടെ കളിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് തലേ ദിവസം പോവാണ്, അടുത്ത ദിവസം പ്രോഗ്രാം, തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ വണ്ടിയിൽ കയറി വയനാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു 6:30 ഞങ്ങൾ വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 7-7:30 കഴിഞ്ഞപ്പോഴേക്കും ബാബു ചോദിച്ച് പതുക്കെ, അപ്പം വൈകുന്നേരമൊക്കെ ഉള്ള നമ്മുടെ ചെറിയ കലാപരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ ബാബുവിൻ്റെ അടുത്ത് പറയുന്നു വെച്ച്, ബൈജു എന്തേ അവൻ എന്തേ തുടങ്ങണ്ടേ, അവൻ തുടങ്ങാല്ലേ. ചെയ്യാനും പറ്റൂല. അപ്പം നമ്മള് ഇങ്ങനെ എന്നാ പിന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ പുള്ളി എഫ് ആയിട്ട് പുള്ളി എന്താണ് മക്കളെ, അപ്പൊ തുടങ്ങാൻ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഓക്കെ. മുമ്പ് പുള്ളിയുടെ ഡയലോഗ് പറഞ്ഞ്, മോനെ ബാബുട്ടി നമുക്ക് അവിടെ എത്തുമ്പോൾ തീരണം, തീർന്നില്ലെങ്കിൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് പ്രതീക്ഷകൾ കൂടി അപ്പൊ ശരി, അപ്പൊ ഓക്കെ എന്നൊക്കെ പുള്ളി അതാ തുടങ്ങാല്ലേ, ഓക്കെ. നമ്മള് സാധനമൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോ പുള്ളി അവിടെ നിന്ന്, അളവില്ലാത്ത സകല നന്മ സൂര്യായിരിക്കുന്ന കർത്തവേ നീചനും നന്നീറ്റും പറഞ്ഞ് കൊന്ത, പുള്ളി കൊന്ത ചെല്ലാണ്, പുള്ളി തുടങ്ങാന്ന് പറഞ്ഞ കൊന്തയാ. പുള്ളി അവിടെ എത്തുമ്പോ തീർന്നെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. തീർന്നില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് തെറ്റിദ്ധരിച്ചു, മൊത്തം കഴിച്ചിട്ടു. ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് ഒരു മഹത്തായ ഒരു സംഭവം കേരള ജനതയ്ക്ക് വേണ്ടിട്ട് ഞങ്ങളാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. ഞങ്ങൾ കാരണമാണ് ഇവിടെ കേരളത്തിലൊരു മാറ്റം വന്നത് സാറേ. ആണോ? ആർക്കും അറിയില്ല. അതായത് നമ്മുടെ ബാബുരാജിന്റെ നടൻ ബാബുരാജിന്റെ നമ്മുടെ സതീഷ് അമരവിളയുടെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമില് ഉപ്പും കുരുമുളകും പിന്നെ ബാബുരാജൻ തൊണ്ട് പ്രോഗ്രാം, അത് ഞങ്ങളായിരുന്നു ആങ്കർ ചെയ്തത്. അപ്പൊ ആ ഷോയിൽ നമ്മളിങ്ങനെ ഓണത്തിന്റെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ബാബുരാജ് ആദ്യം ഒരു ദിവസം ഷൂട്ട് വെച്ചിട്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. അന്ന് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് അമരവിള സാറ് പോയി. അതിങ്ങനെ അടുത്ത ദിവസം കൊണ്ടൊന്ന് കുരുമുളക് ഉപ്പിട്ട് ഒരു പൂക്കളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ആങ്കർ ചെയ്ത് വട്ടപ്ര വെയിലത്ത് നിന്ന് ആങ്കർ ചെയ്ത് കഷ്ടപ്പെട്ട്. അപ്പൊ ബാബുരാജ് ഉണ്ട്. അപ്പൊ പുള്ളിയെടുത്ത് ഞങ്ങൾ ഓരോ ചോദ്യം ചോദിച്ചതിന്റെ ഇടക്ക് ചോദിച്ചേട്ടാ ഈ ഓണക്കുടിയെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. ഓണക്കുടി. അപ്പൊ പുള്ളി അപ്പൊ പുള്ളി ഒരു കാര്യം പറഞ്ഞായിരുന്നു, അത് ബഹുമാനപ്പെട്ട കെ ബാബു ഇല്ല സാറേ, പുള്ളി അന്ന് മന്ത്രിയായിരുന്നു. അപ്പൊ മന്ത്രിയോട് ഇങ്ങനെ എക്സൈസ് മന്ത്രിയോട് റിക്വസ്റ്റ് പോലെ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോകുന്നതാണ്, അപ്പോൾ അവിടെ എല്ലാം ബുദ്ധിമുട്ട് ഇല്ലാണ്ട് വെയിൽ കൂടാണ്ട് സ്വന്തം എടുക്കാൻ നമുക്ക് ചോയ്സ് ചെയ്ത് എടുക്കാവുന്ന ഒരു മദ്യശാലയുണ്ട്, അത് നമുക്ക് ഒന്ന് വേണം, അത് റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് സൂപ്പർ മാർക്കറ്റ് പ്രീമിയം കൗണ്ടർ ഇല്ല, ആ ഒരു സംഭവം ഒരു 6 മാസം കഴിഞ്ഞ് ഈ എക്സൈസ് മന്ത്രി ഒരു നിയമം കൊണ്ടുവരണേ ഇവിടെ ഒരു പ്രീമിയം. അത് ഏറ്റവും ആദ്യം തിരുവനന്തപുരത്ത് ഉള്ളൂരാണ് തുടങ്ങുന്നത്. അതെ. അപ്പൊ സാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മറ്റേ നമ്മുടെ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ ഏകജിയുടെ പടം വെക്കൂലേ, അതേപോലെ തന്നെ ബാബുരാജിന്റെയും പിന്നെ നമ്മുടെ എക്സൈസ് മന്ത്രി മുൻ കെ ബാബുവിന്റെയും അമരവിള സതീഷിന്റെയും ഞങ്ങളുടെ 2 ബാബു ജോസിന്റെ ഫോട്ടോ വെച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ചൂണ്ടിക്കാണ്ട് അമരന്റെ പടം മിക്കവാറും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.